ഞാൻ മുനമ്പത്തിന്റെ കാര്യത്തിൽ ലീഗിന്റെ ഇടപെടലിനെ നമ്മൾ അഭിനന്ദിക്കുക കൂടിയാണ്. കാര്യം ലീഗ് അടക്കം എല്ലാ മുസ്ലിം സംഘടനകളും മുനമ്പത്ത് പ്രശ്നം പരിഹരിക്കണം, അവിടെ ഒരു മനുഷ്യനെയും കുടിയിറക്കരുത് എന്ന നിലപാട് തുടക്കം മുതൽ തന്നെ സ്വീകരിച്ചു എന്നുള്ളത് അഭിനന്ദനാർഹമായ കാര്യമാണ്. ബാബറി മസ്ജിദിന് സമാനമായൊരു സാഹചര്യമാണ് മുനമ്പമെന്നാണ് ഞങ്ങളൊക്കെ നിരീക്ഷിക്കുന്നത്. കാരണം കൈവിട്ടു പോയാൽ പല ആംഗിളുകളിൽ അത് കത്തിപ്പിടിക്കാൻ സാധ്യതയുള്ളൊരു വിഷയമാണല്ലോ മുനമ്പത്തെയും ഈ വഖഫിൻ്റെയും വിഷയം. പക്ഷെ അതിൽ സർക്കാർ വേണ്ടത്ര ജാഗ്രതയും പക്വതയും കാണിക്കുന്നില്ലേ? വേണ്ടി വന്നാൽ ഒരു ദിവസം കൊണ്ടത് പരിഹരിക്കാമെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. പക്ഷെ അതിലെനിക്ക് സംശയമുണ്ട്. കാര്യം അതിനകത്തൊരു സങ്കീർണമായ നിയമപ്രശ്നമുണ്ട്. പക്ഷേ എങ്കിലും പി.കെ. കുഞ്ഞാലിക്കുട്ടി, അങ്ങായിരുന്നു ഈ ഭരണത്തിലെങ്കിൽ, അഥവാ അങ്ങ് ഈ ഭരണത്തിൻ്റെ ഭാഗമായിരുന്നെങ്കിൽ ഈ മുനമ്പം വിഷയം എങ്ങനെ പരിഹരിക്കുമായിരുന്നു? ഉടനെ ഒരു കൂടിയാലോചനയ്ക്ക് വിളിക്കുമായിരുന്നു. ഒരു കൂടിയാലോചനയ്ക്ക് ബന്ധപ്പെട്ട കക്ഷികളെ വിളിച്ച് സംസാരിച്ചാൽ അതിൽ ഒരു ഫോർമുല ഉരുത്തിരിഞ്ഞു വരും. ഒരു പ്രശ്നവുമില്ല. ഒക്കെ ആണെങ്കിൽ തന്നെ അതിന് പരിഹാരമുണ്ട്, ഒക്കെ അല്ല എങ്കിൽ അതിന് പരിഹാരമുണ്ട്. സർക്കാരിനെടുക്കാവുന്ന നടപടികൾ വലിയതല്ലേ? മുസ്ലിം സംഘടനകൾ പറഞ്ഞതും അതല്ലേ. സർക്കാർ ഈ കാര്യത്തിൽ ഒരു നിലപാട് എടുത്താൽ ഞങ്ങൾ സഹകരിക്കാമെന്ന് മുസ്ലിം സംഘടന പറഞ്ഞില്ലേ? എല്ലാ സംഘടനകളും ഒരുമിച്ചല്ലേ പറഞ്ഞത്? എന്നിട്ട് അവർക്ക് അത് തോന്നുന്നില്ലല്ലോ. കാരണം എന്താ? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം എന്ന് പറയുന്നത്. ഈ പ്രശ്നം പരിഹരിക്കുന്ന മുനമ്പം പ്രശ്നം പരിഹരിക്കുന്ന കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റിനോ കേരള ഗവൺമെന്റിനോ ആത്മാർത്ഥമില്ല. അതായത് മുനമ്പം ഒരു വീഞ്ഞാണ്. നമ്മളൊരു പ്രതീകാത്മകമായ ഒരു ഭാഷാ പ്രയോഗം നടത്തിയാൽ ഒരു വീഞ്ഞു പോലെ പുളിച്ച് അല്ലെങ്കിൽ വീഞ്ഞു പോലെ പാകമായി അതൊരു രാഷ്ട്രീയ വിഷയമായി പരിണമിക്കുന്നത് വരെ കാത്തിരിക്കുകയാണ് BJPയും ഇടതുപക്ഷവും എന്നാണോ അങ്ങ് പറയുന്നത്? കറക്റ്റ്, അത് തന്നെയാണ്. മുനമ്പം പരിഹരിക്കാതെ പൊയ്ക്കോട്ടെ, അതിൻ്റെ പേരിലുണ്ടാവുന്ന സാമുദായികമായ ചേരിതിരിവ് രാഷ്ട്രീയമായി ഞങ്ങൾക്ക് ലാഭമാണ് എന്ന് ചിന്തിക്കുന്നവരാണ് കേന്ദ്രത്തിലും ഇപ്പോൾ കേരളത്തിലും ഇരിക്കുന്നത്. അതുകൊണ്ടാണ് മുനമ്പം തീരാത്തത്. ഒരു സംശയവും ആ കാര്യത്തിലില്ല. ഇപ്പോൾ വിവാദമാക്കാൻ നോക്കുന്നവരെ ആരൊക്കെയാണെന്നുള്ളത് നോക്കൂ. ആ പാലക്കാട്ടെ പത്രത്തിൽ വർഗീയ പരസ്യം കൊടുത്ത ശക്തികൾ, അവരാണ് ഇപ്പോൾ അത് വീണ്ടും കോൺട്രവേഴ്സി ആക്കാൻ നോക്കുന്നത്. ആരാണെങ്കിലും നമുക്ക് മനസ്സിലാക്കാം, അത്തരം ആളുകൾ പിന്നെ ഒരുമിച്ച് കൂടുകയാണ്. സമൂഹം എന്തായാലും വേണ്ടില്ല, സമൂഹത്തിൽ വർഗീയതയും കലാപമൊക്കെ ഉണ്ടായാലും വേണ്ടില്ല, രാഷ്ട്രീയമായ ലാഭമുണ്ടാവണമെന്ന് ചിന്തിക്കുകയാണ്. അതാണ് ആ പ്രശ്നം തീരാത്തത്. എല്ലാ തിരഞ്ഞെടുപ്പാവട്ടെ മുനമ്പം പ്രശ്നമാവട്ടെ എന്ത് കിട്ടിയാലും ആ രീതിയിൽ ഇപ്പോൾ കമ്മ്യൂണിസം ഒന്നുമല്ല, കമ്മ്യൂണലിസം ആയാലും വിരോധമില്ല എന്നുള്ള നിലക്കുള്ള പോക്കാണ്. ഇതെവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ബന്ധപ്പെട്ടവർ ചിന്തിക്കേണ്ടതാണ്. അവരിടയിൽ സതുദ്ദേശപരമായി ഐഡിയോളജിക്കലായിട്ട് പാർട്ടിയിൽ അണിനിരുന്നവരുണ്ടാവുമല്ലോ, അവർ ചിന്തിക്കേണ്ടതാണ് ഇത് നല്ല കാര്യമാണോ എന്നുള്ളത്. ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഈ തങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി നടത്തിയ പരാമർശങ്ങളൊക്കെ അങ്ങ് അതിനെ പ്രതിരോധിക്കുന്നതൊക്കെ ഞങ്ങൾ കേട്ടു. അന്ന് മുഖ്യമന്ത്രി പറഞ്ഞ വാചകം ഇതാണ്: ഒരു രാഷ്ട്രീയ നേതാവെന്ന നിലയിൽ പാണക്കാട് തങ്ങളെ വിമർശിക്കാൻ കഴിയില്ലേ എന്ന ചോദ്യമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉയർത്തിയത്. യഥാർത്ഥത്തിൽ ആ ചോദ്യം പ്രസക്തമല്ലേ പി.കെ. കുഞ്ഞാലിക്കുട്ടി? പാണക്കാട് തങ്ങൾക്കുള്ള ആത്മീയമായ ഒരു നേതാവെന്ന നിലയിലുള്ള വിമർശനത്തിനെ അല്ല ഞാൻ ശ്രമിച്ചത്, ഒരു രാഷ്ട്രീയ നേതാവെന്ന നിലയിലാണ് വിമർശിച്ചതെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. പി.കെ. കുഞ്ഞാലിക്കുട്ടി അല്ല അത് ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതിയല്ലോ. ഈ വിമർശനമാണെങ്കിലും ഒരു നേതാവിനെ ഒരു പ്രാവശ്യം പറഞ്ഞു, ഞങ്ങൾ അതിന് മറുപടിയും പറഞ്ഞു. തുടരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേ എന്തിനാ? അപ്പം തന്നെ അതിൻ്റെ സതുദ്ദേശമില്ലായ്മ, അതിൻ്റെ അതുകൊണ്ടുണ്ടാക്കാവുന്ന ഒരു വർഗീയ പേരിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു സംഗതി ഇതിലുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കിക്കൂടെ? കാരണം പാണക്കാട് തങ്ങളെ ഒരിക്കൽ ഞങ്ങൾ ഇന്നതുകൊണ്ടാണ് വിമർശിച്ചതെന്ന് അവർ പറഞ്ഞു, ഞങ്ങൾ അതിന് മറുപടിയും പറഞ്ഞു. അത് ശരി. പക്ഷെ തുടരെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാ? പാണക്കാട് തങ്ങളെ പറഞ്ഞാൽ സാമുദായികമായ ഒരു ലാഭം അതിലുണ്ട് എന്ന് മനസ്സിലാക്കി പറയുന്നതാണ് എന്നുള്ളതാണ് ഞങ്ങളെ വിമർശനം. അത് പറഞ്ഞാൽ ഇപ്പോൾ പാലക്കാട് തിരഞ്ഞെടുപ്പിൻ്റെ ഇടയിൽ അത് പറഞ്ഞാൽ ഒരു ലാഭമുണ്ട്, കേരളത്തിൽ ഇപ്പോൾ അത് പറഞ്ഞാൽ അത് വേറൊരു കാർഡാണ്. ആ ചിന്ത ഉണ്ടോ എന്ന് ആളുകൾ സംശയിക്കുകയാണ്. അല്ലെങ്കിൽ ഇത് ഒരു പ്രാവശ്യം പറഞ്ഞാൽ പോരെ? ഞങ്ങൾ തങ്ങളെയല്ല വിമർശിച്ചത്, തങ്ങൾ പ്രസിഡൻ്റ് ആയതുകൊണ്ട് ആ പാർട്ടിയുടെ നയങ്ങളെയാണ് വിമർശിച്ചതെന്ന് ഒരു പ്രാവശ്യം പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. ഇത് പുട്ടിന് തേങ്ങിടുന്നത് പോലെ എവിടെ പോയാലും ഇതൊരു പ്രാവശ്യം ഒന്ന് പറയും. അപ്പോൾ അതൊരു ക്യാമ്പയിനായിട്ട് എടുത്തിരിക്കുകയാണ്. കാരണം എന്താ? അത് സാമുദായികമായ ഒരു വികാരം ഉണ്ടാക്കും. അത് നമുക്ക് ഇപ്പോഴത്തെ കാർഡ് കളി ലാഭമാണെന്ന് അവർ ചിന്തിക്കുന്നുണ്ടെന്ന് ആളുകൾക്ക് സംശയം തോന്നണതിൻ്റെ കാരണം അതാണ്.
അത് അപകടകരമായ കാണ്ടാണെന്നാണ് അങ്ങയുടെ പക്ഷം ഉണ്ട് എന്ന് ആളുകൾ സംശയിക്കുകയാണ്. തുടരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപകടകരമായ ഒരു സമീപനമാണ് എന്നുള്ള ഒരു തോന്നൽ ഞങ്ങൾക്കുണ്ട്. രാഷ്ട്രീയ നേതാവ്